പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് പൗരത്വ സംരക്ഷണ റാലി. മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സർക്കാർ നടപടികൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനവും മുന്നോട്ടുവച്ചു. പാർലമെന്റിൽ ഉയർന്നത് എം ആരിഫിന്റെ ശബ്ദം മാത്രമാണെന്നും ആവർത്തിച്ചു. വിവരങ്ങളുമായി എ കെ അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇന്ന് മുഖ്യമന്ത്രി എണ്ണിപ്പറയുകയായിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സർക്കാർ എന്താണ് കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്ന പ്രസംഗവുമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം RSS അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ല എന്നും എണ്ണി പറയുകയുണ്ടായി. എന്തൊക്കെയാണ് മറ്റു വിശദാംശം? ആര്യ, കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലിയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വത്തെ ഒരുപോലെ വിമർശിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നിലപാടാണ്. ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കിയപ്പോൾ ഒപ്പം നിന്ന കോൺഗ്രസ് നേതൃത്വം പിന്നീട് വാക്കുമാറുന്നതാണ് കാണുകയും ചെയ്തത്. വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെ നിലപാടെടുക്കാൻ യോജിച്ചവർ പിന്നീട് അതിൽ നിന്ന് മാറി നിന്നു. കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല. മുസ്ലിം സമുദായത്തെ രണ്ടാം നിരക്കാരായി കാണുന്ന ആ നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പാർലമെന്റിൽ ശക്തമായി വിഷയം ഉന്നയിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മഹാറാലിയാണ് ഇന്ന് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും വളരെ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ എണ്ണി ആവർത്തിച്ചു പറഞ്ഞത്. വിവരങ്ങളാണ് എ കെ അഭിലാഷ്.